തങ്കത്തിന്റെ വീടാണോ? തങ്കത്തിന്റെ വീടാ. തങ്കം എവിടെ? ഇല്ല, തങ്കം ഇവിടെ ഇല്ല. ഓ, അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ വരുന്നുണ്ടെന്ന്. അതാണ്, അത് പെട്ടെന്നൊരു കോള് വന്നപ്പോ അത് ഇതാക്കാൻ പറ്റിയില്ല, ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേഗം പോയി. അപ്പൊ എപ്പ വരും? വൈകും. ഒരു എന്താണെങ്കിലും ഒരു വൈകും. നിങ്ങളാരാ? ലില്ലി, തങ്കം ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ. ശരി, വൈകിയാലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, പൈസ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, കളക്ഷന്റെ പൈസ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരാളുടെ കുറവുള്ളൂ. അത് 2 ദിവസം കഴിയുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വരാം. അത് ശരിയാവില്ല. അതെങ്ങനെ ശരിയാവുന്നേ? എനിക്ക് എല്ലാവരും പൈസ കളക്ട് ചെയ്യണം. അല്ല, അത് ഒരാളുടെ ഇല്ലാത്തുള്ളൂ. 4800 രൂപ കുറവുള്ളൂ. ബാക്കി എല്ലാവരുടെയും 6 പേരുടെയും തന്നിട്ടുണ്ട്. ഓൾറെഡി ഡേറ്റ് ഡ്യൂ ആണ്. ഇനി അത് പറ്റൂല. എനിക്ക് ഇന്ന് തന്നെ കളക്ഷൻ കിട്ടണം. കളക്ഷൻ കിട്ടുന്ന സമയത്ത് തങ്കം ചേച്ചി വരുമ്പോ ഒരുപാട് സമയമാകും. അപ്പൊ മോള് പൊക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പൊ വീട്ടിലൊക്കെ എത്താൻ വൈകിയാലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുമ്പോ മറ്റേ ഫോണിൽ കൂടി ഇടിപ്പിക്കാം, ചേച്ചിനോട് പറയാം. ഇല്ല ചേച്ചി, പറ്റൂല. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. സമയമുണ്ട്. സന്ധ്യയാവും. അത് സാരില്ല. ഒറ്റയ്ക്കൊക്കെ പോണ്ടല്ലേ ഈ വണ്ടി ഓടിച്ച്? അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാൻ അകത്തിരിക്കാം. അല്ല, ഒരാളെ പറഞ്ഞു വിട്ടാനാണ് ചേച്ചി ഇത്ര വെപ്രാളെ പെടുന്നത്? മതിയാ? വെള്ളം ഇത് ഇത്ര ദാഹം? എനിക്കല്ല. ആർക്കാ വെള്ളം? പോയില്ലേ? അത് എന്താ പോവാത്തത്? എന്തെങ്കിലും പറഞ്ഞു ചേച്ചി. പോവണ്ടേ? ഞാൻ എന്റെ പരമാവധി പറഞ്ഞു. ചേച്ചി പറ, ഒരാള് പൈസ തന്നിട്ടില്ല, നാളെ വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ തന്നപ്പോഴേ പറഞ്ഞതല്ലേ ഒരാള് പൈസ തന്നില്ലെങ്കിൽ മേടിച്ചിട്ട് ഞങ്ങൾ കോള് എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തത് തരണമെന്ന്. എന്തൊരു പാടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരുടെ ഇരിക്കുന്നത്? ചേച്ചിയുണ്ടാ? മറ്റുള്ളവരൊക്കെ വിളിക്ക്. ഇടി 4800 രൂപ എല്ലാവരും ഉള്ളിപ്പറക്കായിരിക്കും എടുക്കുന്നത്. ഞാൻ 800 രൂപ തരാം. നിനക്ക് അതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇല്ല. ബാക്കിയുള്ളവരെ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാം. അല്ലാതെ ഈ വീടിന്റെ വാതിക്ക് എങ്ങനെ ഇരിക്കണം നാണക്കേടല്ലേ ചേച്ചി? എന്ത് ചെയ്യും? അപ്പൊ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊണ്ട് കൊടുക്കട്ടെ. എന്നാ ഞാൻ കൊണ്ട് കൊടുക്കാം. നീ പോണ്ട, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടാന്ന്. അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ പറയാം, മോളെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വൈകിട്ട് വരെ ഇരുന്നാലും കിട്ടത്തില്ല, നാളെ പോയിട്ട് വാ, ആ ചേച്ചി ഇവിടെ ഇല്ലാന്ന് ഞാൻ പറയാം. ഞങ്ങൾ എല്ലാരും പൈസ വെച്ചവരാണ്, പൈസ വെച്ച ആളുടെ വീട്ടിലാണ് മോള് ഇരിക്കണേന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ് നിക്ക്. ഒന്നാമത്തെ കാര്യം അവരങ്ങനെ പറഞ്ഞാൽ പോവില്ല. രണ്ടാമത്തെ കാര്യം, നീ ഇവിടെ ഇല്ല. എന്റെ പൊന്നേച്ചി, ഞാനല്ലേ ഇവിടെ നിക്കുന്നത്. ചേച്ചി ഇങ്ങനെ പറഞ്ഞ ആ പെണ്ണ് പോവൂല. നീയാണ് ഞാൻ. നീയാണ് ഞാനെന്നാ? ഞാൻ നീ എന്തു ചേച്ചി പറയണത്? ചേച്ചിക്ക് എന്നെ വട്ടായി? ഞാൻ തരില്ല. ഞാൻ കൊന്നാലും നിന്നെ അങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ല. എന്തു എനിക്ക് മനസ്സിലാവണില്ല. അതെനിക്കൊരു കയ്യബദ്ധം പറ്റി. എന്ത്? എന്നോട് അവര് ചോദിച്ചു തങ്കത്തിന്റെ വീട് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയുടെ പേര് തങ്കം ഇവിടെ ഇല്ലെന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ ഞാനായിട്ടാണ് ഈ നിക്കുന്നത്? ഞാനല്ല. ഇപ്പൊ കഷ്ടമാണ് ചേച്ചി, എന്റെ മുഖം കളഞ്ഞില്ലേ ചേച്ചി? ഇല്ല, അങ്ങനെ പറയല്ലേ. ആ മുഖം ഞാൻ ഇച്ചിരി നേരത്തെ ആ മുഖം ഞാൻ നോക്കി. ഈ മുഖം ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു തന്നോളാം. ഒരു കേടുപാടും വരുത്തൂല. കഷ്ടമാണ് കേട്ടോ ചേച്ചി. ചേച്ചി ഒന്ന് ചിന്തിക്കണം. എല്ലാരും അറിയുന്ന ഒരു ഡാൻസറാണ്, ടീച്ചറാണ് ഞാൻ. അല്ല, ഇപ്പോഴും ഞാൻ ലില്ലിയാണെന്നല്ലേ ഉള്ളൂ. ഞാൻ എന്നാലും എന്തിനാണ് ലില്ലയല്ലേ? എനിക്ക് വേറെ വഴിയില്ല. അവര് അപ്പൊ കുറച്ചേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തേനും അവരങ്ങ് നോക്കുള്ളൂ. അപ്പൊ എനിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നീ കുറച്ചേരത്തേക്ക് പുറത്തോട്ട് ഇറങ്ങണ്ട. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ലല്ലോ.